നമസ്കാരം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച കടുത്ത അഴിമതി ആരോപണങ്ങളെല്ലാം ഭരണത്തിലെത്തിയപ്പോൾ UDF മറന്നു. CPMന്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്യുന്ന പെട്ടിയാണ് ഊരാളുങ്കൽ എന്ന് മുൻപ് ആക്ഷേപിച്ച VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ തന്നെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിയമസഭയിൽ ഊരാളുങ്കലിന് ക്ലീൻ ചീറ്റ് നൽകിയത്. UDF അംഗങ്ങൾ തന്നെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് മന്ത്രി സഭയിൽ സൊസൈറ്റിയെ പിന്തുണച്ച് സംസാരിച്ചത്. സർ, വിവിധ സർക്കാർ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡർ മുഖാന്തരം പ്രവൃത്തികൾ നൽകുന്നതിന് മുൻഗണന നിലവിലുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 13/11/97 പ്രകാരവും GOMS PWD 19/3/2004 പ്രകാരവും മറ്റ് കരാറുകാർക്ക് കോട്ട് ചെയ്ത തുകയിൽ നിന്ന് 10% കൂടിയ നിരക്ക് മാത്രമാണെങ്കിൽ സൊസൈറ്റി കോട്ട് ചെയ്ത തുകയ്ക്ക് പ്രവൃത്തി അനുവദിക്കാവുന്നതാണ്. മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ ആദ്യ ഉത്തരവ് പ്രകാരവും തുടർന്ന് GORT നമ്പർ 162/2001 പ്രകാരവും സൊസൈറ്റികൾക്ക് പ്രവൃത്തികളിൽ പങ്കെടുക്കുമ്പോൾ EMD അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 2/8/2008 പ്രകാരം സൊസൈറ്റിക്ക് ഏത് തുകയിലുള്ള പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിൻ്റെ കീഴിൽ മോർത്ത് SPD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. സർ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ഇല്ലെങ്കിൽ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെങ്കിലും വകുപ്പിൻ്റെ കർശന നിരീക്ഷണവും ഉറപ്പുവരുത്താമോ എന്ന് ചോദിക്കുന്നു. സർ, സാധാരണ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന ചില പദ്ധതികളിൽ ചെലവ് വർധനയും കാലതാമസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രസ്തുത സൊസൈറ്റി ഏറ്റെടുക്കാറുണ്ടോ? ആയതുമൂലം സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം ഈ സൊസൈറ്റിയിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമോ? കാലതാമസം അങ്ങനെന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഒരു എഗ്രിമെൻ്റ് കാലാവധി ഉണ്ട്. ആ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും, അത് ഫൈനോട് കൂടി കൊടുക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ. എവിടെയെങ്കിലും വർക്കിന് ബുദ്ധിമുട്ട് പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് കണ്ടീഷൻ പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. സർ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. സർ, കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്കിലോട് കൂടി. മുമ്പേ ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ CR മഹേഷ്. സർ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം.
ശ്രീ ദീപക് ജോയ്. ഊരാലുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കാമോ? തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മുടെ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭം. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്. ശ്രീ എഫ് രാജ. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫിയുടെ മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എത്ര പദ്ധതികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്? അവയുടെ പ്രവർത്തനം പുരോഗതി വ്യക്തമാക്കുമോ സാർ? ഇത് ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോവസ്റ്റായിട്ട് വന്നതുണ്ട്. ചിലത് ലോവസ്റ്റായിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രൈസ് ഡിഫറൻസിൽ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധം വന്നതിന് അടിസ്ഥാനത്തിൽ ടാറിൻ്റെ വില കൂടിയിട്ടുണ്ട്. അതിപ്പം ഒരു ടണ്ണിന് ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു, ഒരു ടണ്ണ് 54,000 റുപ്യായിരുന്നു എഗ്രിമെൻ്റൊക്കെ വെച്ച സമയത്ത്. ഇപ്പോൾ 96,000 റുപ്യാണ് ഒരു ടണ്ണ് ടാറിന്. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ പ്രൈസ് ഡിഫറൻസിൻ്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. സർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതായാലും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട അംഗം ആദ്യം NHAൻ്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. ബഹുമാനപ്പെട്ട അംഗം സിയാസ്, അതിൻ്റെ വകുപ്പിലല്ല, ഇറിഗേഷനാണ്. ഏതാനും ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താം. ബഹുമാനപ്പെട്ട ജോയി കോൺട്രാക്ട് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഭാരവാഹിയൊക്കെ ആണ്. പക്ഷേ നമ്മൾ വന്നിട്ട് ഒരു 1.25 മാസമായിട്ടുള്ളൂ. ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടില്ല. ഇനിയുണ്ട്. ശ്രദ്ധയിൽ പെട്ടാൽ അപ്പോൾ ഞാൻ അറിയിക്കാം. ശ്രീ വി ടി ബൽറാം. സാർ, ആദ്യം ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 പിന്നെ 2020-22 ആയപ്പം 500 കോടിയായി. ഇപ്പോൾ 22-ന് ശേഷം അൺലിമിറ്റായി. എത്ര കോടി രൂപേന് വർക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടാവും. ശ്രീ മമ്മിക്കുട്ടി. ഈ ലോകബാങ്ക് പദ്ധതികളും ജർമ്മൻ ബാങ്കിൻ്റെ പദ്ധതികളാണ് നമ്മൾ KSTPയിൽ മെയിനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അത് PWD അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട അംഗം സൂചിപ്പിച്ചത് വ്യക്തമായി എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അംഗം ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ മണ്ഡലത്തിലെ KSTPയുടെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ്. ആ കാര്യം നമുക്ക് പരിശോധിക്കാം. ശ്രീ അബിൻ വർക്കി. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്റ്റില്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ non-PMC കൺസൾട്ടൻസി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനിയായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട്. ശ്രീ നജീബ് കാന്തപുരം. ഈ പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയതുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. ശ്രീ KM അഭിജിത്ത്. സർ, ഈ കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വൈവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനി ആയിട്ടോ അല്ലെങ്കിൽ വൈവിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം.